എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എപ്പിസോഡ് 11ൻ്റെ റിവ്യൂ ആണ്. ആണെങ്കിൽ ലൂഫിങ്ങിൻ്റെ അടുത്ത് അവരുടെ ലൈഫ് അവർക്കൊന്നിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഇവൻ ആരടുത്തോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൻ അതൊന്നും നോക്കാതെ ആ മഴയത്തോടു കൂടി ഇറങ്ങി നടക്കുകയാണ്. ലൂഫിങ്ങും ഇവനെ അന്വേഷിച്ച് വരികയാണ്. അവൻ ഒരുപാട് പേടിയോടുകൂടിയാണ് അവൻ അന്വേഷിച്ച് വരുന്നത്. അവൻ കരുതുന്നത് വീണ്ടും ഇവൻ അവനെ വിട്ടിട്ട് പോയി എന്നാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ അന്വേഷിച്ച് വരുന്നുണ്ട് ആ മഴയത്ത്. ആ സമയത്ത് അവൻ റോഡ് സൈഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവൻ വളരെയധികം അപ്സെറ്റായിട്ടാണ് നിൽക്കുന്നത്. അവൻ ഫോണിൽ കൂടെ സംസാരിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ലൂഫിങ് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അവനെ പിടിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അവൻ വരാൻ തയ്യാറാവുന്നില്ല. അവൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാശി പിടിക്കുകയാണ്. എന്നാൽ അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവൻ അതും കേൾക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ വളരെയധികം ടയേർഡായിട്ട് മറിഞ്ഞ് വീഴുന്നുണ്ട്. തല ഇറങ്ങി വീഴുകയാണ്. ആ സമയത്ത് ലൂഫിങ് അവനെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ നോസിൽ നിന്നൊക്കെ ബ്ലഡ് വരികയാണ്. ഇവനാണെങ്കിൽ അവൻ്റെ മൂക്കൊക്കെ തുടച്ച് കൊടുക്കുകയും അവനെ പെട്ടെന്ന് എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനും ഇവൻ വരുന്നില്ല എന്ന് തടഞ്ഞെങ്കിലും ലൂഫിങ് നിർബന്ധിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ദേഹമൊക്കെ തുടച്ച് കൊടുക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ വേണ്ടാന്ന് അവൻ പറയുന്നുണ്ട്. ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ് ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.